Welcome my dear students, welcome to our Abacus online class. Students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റാണ്. നമ്മുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സ്കില്ല് നൈപുണ്യം മെച്ചപ്പെടുത്തുന്നതിനായി എന്തെല്ലാം പദ്ധതികളാണ് അഥവാ എന്തെല്ലാം പ്രൊജക്റ്റുകളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് പദ്ധതികൾ അഥവാ വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പ്രൊജക്റ്റാണ് ഇൻ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, സംയോജിത ശിശു വികസന സേവന പരിപാടി. ഈ ഒരു വാക്ക് ICDS അല്ലെങ്കിൽ സംയോജിത ശിശു വികസന സേവന പരിപാടി എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മേ ബി പലരും കണ്ടിട്ടുണ്ടാകും. അംഗൻവാടിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാകും, ഒരു യെല്ലോ കളറിൽ ബ്ലാക്ക് ലെറ്ററിലായിട്ട് ICDS എന്നുള്ള സംയോജിത ശിശു വികസന സേവന പരിപാടി, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഈ പ്രൊജക്റ്റിൻ്റെ ഗോൾ എന്തൊക്കെയാണ് അഥവാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷ്യം 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം അഥവാ 6 വയസ്സ് വരെ, ഇപ്പോഴാണ് LKG UKG ഒക്കെ തുടങ്ങിയത്. അപ്പോൾ 6 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും ടോട്ടൽ ഡെവലപ്മെൻറ്റ്, സമഗ്ര വികസനമായിരുന്നു ICDSൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അംഗൻവാടിയിൽ ഫുഡ് പ്രൊഡക്റ്റായിട്ടും മറ്റുള്ള അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡും മറ്റ് എല്ലാ കാര്യങ്ങളും, കുത്തിവയ്പ്പുകളും തുള്ളിമരുന്നുകളും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ന്യൂട്രിയൻസും എല്ലാം അംഗൻവാടിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനമാണ്. സോ ICDS പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ടു എൻഷ്യൂർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. ഈ ICDS എന്ന പ്രൊജക്റ്റിൻ്റെ തന്നെ മറ്റൊരു ലക്ഷ്യമാണത്. ഗർഭിണികളുടെയും അതുപോലെ തന്നെ അമ്മമാരുടെയും എല്ലാം ആരോഗ്യ പരിപാലനം എന്നുള്ളത്. കാരണം ഗർഭിണികളാകുന്നവർക്കും വേണ്ട ന്യൂട്രിയൻ ഫുഡുകളെല്ലാം അംഗൻവാടിയിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ലഭിക്കാറുണ്ട്. അപ്പോൾ ICDSൻ്റെ സെക്കൻഡ് ഗോളാണ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വ്യൂമൺ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നാമത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെയും സ്കില്ലിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒന്നാമത്തെ പ്രൊജക്റ്റ് ഏതാണ്? യെസ്, ICDS. എന്താണ് ICDSൻ്റെ ഫുള്ള്? വെരി ഗുഡ്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, സംയോജിത ശിശു വികസന സേവന പരിപാടി. അതിൻ്റെ 2 ലക്ഷ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കിവിടെ കാണാം. രണ്ടാമത്തെ പ്രൊജക്റ്റ് ഏതാണ്? സമഗ്ര ശിക്ഷ അഭിയാൻ, SSA, സമഗ്ര ശിക്ഷ അഭിയാൻ. ഈ SSA എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു പെൻസിലിൽ ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ സൈഡിലുണ്ടാവും SSA എന്ന്, അല്ലേ? അപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാൻ എന്നാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രൊജക്റ്റിൻ്റെ പേര്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ലക്ഷ്യമാണ് സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക. ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. അപ്പോൾ +2 വരെയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് SSAയുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ടു എൻഷ്യൂർ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി, തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. എന്തിൻ്റെ? വിദ്യാഭ്യാസത്തിൻ്റെ തുല്യത എല്ലാവർക്കുമുണ്ട് എന്നുള്ള തുല്യതയും അതിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ SSAൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമാണ് എന്താണ്? ടു പ്രൊമോട്ട് ദ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക. എന്താണ് മൂന്നാമത്തെ ലക്ഷ്യം? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക. വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കൂടുതൽ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ലിസൺ ഹിയർ. നാലാമത്തെ പ്രൊജക്റ്റിൻ്റെ പേരാണ് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. എന്താണ് അതിൻ്റെ ഗോളെന്ന് നോക്കാം. ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുക.
എന്താണ്? ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലഭ്യത എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. സെക്കൻഡ് ഗോളാണ് എന്താണ്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താണ്? ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണനിലവാരം എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്യുക, ഉയർത്തുക എന്നുള്ളതാണ്. ദെൻ ദ ലാസ്റ്റ് പ്രൊജക്റ്റാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. What was the goal of this project? First one is to improve the working skill of the youth. യൂത്തിൻ്റെ അഥവാ യുവജനങ്ങളുടെ വർക്കിംഗ് സ്കിൽ എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്യുക. ഒരു തൊഴിലിനോടുള്ള സ്കിൽ എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഏത്? നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ദെൻ ദ സെക്കൻഡ് ഗോൾ ഈസ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കില്ല്. നമ്മൾ എംപ്ലോയബിൾ സ്കില്ല് നേടിയവരുടെ ലഭ്യത എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. തൊഴിലിൽ സ്കില്ല് നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതും നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമിൻ്റെ ഗോളാണ്. മലയാളം മീഡിയം സ്റ്റുഡൻസ് ലിസൺ ഹിയർ. നാലാമത്തെ പദ്ധതിയുടെ പേരാണ് രാഷ്ട്രീയ ഉച്ചതയിൽ ശിക്ഷാ അഭിയാൻ. എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തത് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക. ഹയർ സെക്കൻഡറിയും ഒക്കെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യത അത് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ സ്കൂളുകളിൽ സീറ്റൊക്കെ വർദ്ധിപ്പിച്ച് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യത എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക. അതിൻ്റെ ക്വാളിറ്റി സ്കൂളുകളിലൊക്കെ ലാബ് +2 കമ്പ്യൂട്ടർ ലാബുകളും സയൻസ് ലാബുകളും ഒക്കെ എന്ത് ചെയ്യാം? അതിൻ്റെ ഗുണമേന്മ എന്ത് ചെയ്യുക? വളർത്തുക. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ളത് ഈ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ്. ലാസ്റ്റ് പദ്ധതിയാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. യുവാക്കളിൽ യുവതികളിലുമെല്ലാമുള്ള അവർ ചെയ്യുന്ന ജോലിയിലുള്ള അവരുടെ സ്കില്ല്, കഴിവ്, നൈപുണ്യം മെച്ചപ്പെടുത്തുക. ഇപ്പോൾ ഏത് ജോലിയാണെങ്കിലും ഇപ്പോൾ ITI പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരു തൊഴിൽ അധിഷ്ഠിത പഠനമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു തൊഴിൽ നൈപുണ്യം എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. അതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? നോക്കൂ. യെസ്, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്താം. എന്ത് ജോലിയാണെങ്കിലും അതിലൊരു കഴിവ് നേടിയ ആൾക്കാരുടെ ലഭ്യത, അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പാദനം കൂടും. അങ്ങനെ തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ 4 വ്യത്യസ്ത പദ്ധതികളാണിത്. സ്റ്റുഡൻസ്, നമുക്കറിയാം വിദ്യാഭ്യാസം നൽകുന്നതിനായി രാജ്യത്ത് വിവിധ സ്ഥാപനങ്ങളുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ടെക്നോളജിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് എന്ത് നൽകാൻ വേണ്ടിയിട്ടാണ്? വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അതിൻ്റെ ഷോർട്ടാണ് RTE. RTE ആക്ട് എന്നും പറയും. എന്നാണ് ഈ RTE ആക്ട് പാസ്സാക്കിയത് എന്നറിയോ? 2009, 2009 നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നത് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നതിലൂടെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റാക്കി പാസ് ചെയ്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009 ആണ്. അവർ കൺട്രി ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് and has passed the Right to Education Act or RTE in 2009. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുകയും ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് ലഭിക്കേണ്ട അവകാശമാക്കി. ഏത്? വിദ്യാഭ്യാസം. അങ്ങനെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുകയും 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുകയും ചെയ്ത രാജ്യമാണ് നമ്മുടേത്, അഥവാ ഇന്ത്യ. ഇനി എന്താണ് ഈ RTE വഴി എന്ത് ലക്ഷ്യമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം, എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന ലക്ഷ്യം ഭരണഘടന RTE വഴി നമുക്ക് എന്ത് നൽകുന്നുണ്ട്? ഉറപ്പ് നൽകുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷ്യൂർ ദ ഗോൾ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ത്രൂ RTE. അപ്പോൾ RTEയിലൂടെ അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നമ്മുടെ ഭരണഘടന
എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഉറപ്പു നൽകുന്നുണ്ട്. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഭരണഘടന RTE എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ, വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് അത് ഇന്ത്യയിൽ പാസ്സാക്കിയത് 2009. എന്താണ് അതുകൊണ്ടുള്ളൊരു ബെനഫിറ്റ്? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി. അതുപോലെ തന്നെ ഭരണഘടന എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം RTE ഉറപ്പ് നൽകുകയും ചെയ്തു. ഇത്രയും മനസ്സിലായല്ലോ സ്റ്റുഡൻസ്. ഇത്രയൊക്കെ പ്രൊജക്റ്റുകളും RTEയുമൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇപ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ അഥവാ 4ാം ക്ലാസ് വരെയല്ലേ പ്രൈമറി വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ കുറേ കുട്ടികൾ, ഒരു വിഭാഗം കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ ഒരു വിഭാഗം കുട്ടികൾ വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം ഇനിയും പരിഹരിക്കാതെ കിടക്കുന്ന ഒരു പ്രശ്നമാണ്. സർട്ടൈൻ സെക്ഷൻ ഡ്രോപ്പ് ഔട്ട് ഫ്രം ദ സ്കൂൾ വിത്തൗട്ട് കംപ്ലീറ്റിംഗ് ദ പ്രൈമറി എഡ്യൂക്കേഷൻ. ചില ആദിവാസി ഏരിയയിലും ഒക്കെയുള്ള ഇപ്പോഴും പ്രൈമറി എഡ്യൂക്കേഷൻ പോലും പൂർത്തിയാക്കാതെ ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഡ്രോപ്പ് ഔട്ടായി പോകുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നമാണ് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ്. There is a lack of availability of basic facilities in the education sector. പല സർക്കാർ സ്കൂളുകളിലും, നമ്മുടെയൊക്കെ അടുത്തുള്ള സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ഇപ്പോഴും ചില സർക്കാർ സ്കൂളുകളിലെല്ലാം ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ പോലും, ലാബോ ടോയ്ലറ്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്. There is a lack of availability of basic facilities in the education sector. Then the third one is വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഇനിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, മെച്ചപ്പെടേണ്ടതുണ്ട്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. ഇതാണ് ഇനിയും വിദ്യാഭ്യാസ രംഗത്ത് പരിഹരിക്കേണ്ടതായിട്ടുള്ള 3 പ്രധാന പ്രശ്നങ്ങൾ. സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവും, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. വാട്ട് ഈസ് ഹെൽത്ത്? എന്താണ് ആരോഗ്യമെന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയോ എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? WHO ഡെഫിനിഷൻ പ്രകാരം ആരോഗ്യമെന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ഉള്ള സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് പറയുന്നത്. ശാരീരികമായും മാനസികമായും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നുണ്ട്. According to the WHO organization, health is a state of physical, mental and social well-being. ശാരീരികപരമായിട്ട് മാത്രമായതുകൊണ്ടോ നമുക്കൊരിക്കലും നല്ലൊരു ശാരീരികം, നല്ലൊരു ഹെൽത്ത്, നല്ല ശരീരം, ഫിസിക്കൽ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മാനസികമായിട്ടും സാമൂഹികവുമായിട്ടെല്ലാം ഒരു വെൽബീയിങ് ഉണ്ടെങ്കിൽ, ഒരു സുസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, എല്ലാവരുടെയും ആരോഗ്യം പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിയും പ്രവർത്തിക്കാനാവൂ. ആരോഗ്യമുള്ള ജനങ്ങളുണ്ടെങ്കിലേ രാജ്യത്ത് അവർ ജോലിക്ക് പോകാനും അങ്ങനെ സാമ്പത്തിക വികസനത്തിൻ്റെ ഭാഗമാകാൻ ആ വ്യക്തികൾക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരോഗ്യമുള്ള ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവുകയുള്ളൂ. Okay, so it is the government responsibility to ensure health care for all. Only then can each individual work for the economic development of a country. അപ്പോൾ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ആരോഗ്യമുള്ള ജനങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് രാജ്യത്ത് പ്രോഗ്രസ് ഉണ്ടാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ചെക്ക് ഹൗ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ആരോഗ്യമുള്ള ജനങ്ങൾ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളികളാകുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്.
പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അവരുടെ വർക്കിംഗ് ഡേയ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും അവരുടെ വർക്കിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നത് കൊണ്ടും പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂടും. കാരണം എംപ്ലോയീസിന് നല്ല ഹെൽത്ത് ഉള്ളതുകൊണ്ട് അവരെന്നും ജോബിന് വരും. അങ്ങനെ അവരുടെ വർക്കിംഗ് ഡേയ്സിന് എണ്ണവും കൂടും, അതിൻ്റെ എഫിഷ്യൻസിയും കൂടും. അതിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കുന്നതാണ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. നല്ല ഹെൽത്തും കാര്യങ്ങളും ആരോഗ്യവും മാനസിക ആരോഗ്യവും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. നാച്ചുറൽ റിസോഴ്സസിനെ ശരിയായിട്ട് അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ ദ തേർഡ് വൺ ഈസ് മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് thereby reducing the government expenditure. മെഡിക്കൽ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യും. കാരണം അസുഖമൊന്നും ഇല്ലാതാവുമ്പം ഗവൺമെൻറ്റിൻ്റെ ചികിത്സാ ചെലവ് കുറയും. അതുവഴി റെഡ്യൂസിങ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചെലവും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. Then the fourth one is, all of you listen here, economic development is possible through increase in production. നമ്മൾ പറഞ്ഞ് അവരുടെ വർക്കിംഗ് ഡേയ്സ് കൂടുന്നത് കൊണ്ടും എഫിഷ്യൻസി കൂടുന്നത് കൊണ്ട് പ്രൊഡക്ഷൻ കൂടുമെന്ന്. അങ്ങനെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിലൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റും എന്താകും, സാധ്യമാവും. സാമ്പത്തിക വികസനവും സാധ്യമാകും. സ്റ്റുഡൻസ്, മലയാളം മീഡിയം ഇവിടെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തത്, ആരോഗ്യമുള്ള വ്യക്തികളാകുമ്പോൾ അവരുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അവരുടെ ജോലിക്ക് പോകുന്ന എണ്ണം വർദ്ധിക്കും. കാരണം അവർക്ക് പനിയോ അസുഖമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവരുടെ ജോലിക്ക് പോകുന്ന എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും നല്ല എഫിഷ്യൻസി ഉണ്ടാവും, കാര്യക്ഷമതയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം കൂടും. രണ്ടാമത്തത്, പ്രകൃതി വിഭവങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കാനാവുന്നതാണ്. അവർക്ക് പ്രകൃതി വിഭവങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാനാകും. മൂന്നാമത്തത്, ആരോഗ്യമുള്ള വ്യക്തികളാകുമ്പം അവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അവരുടെ ചികിത്സാ ചെലവ് കുറക്കാനും അതുവഴി സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവ് കുറക്കാനും കഴിയും. നാലാമത്തതാണ്, ഉൽപ്പാദന വർധനവിലൂടെ നമുക്ക് സാമ്പത്തിക വികസനം സാധ്യമാക്കാം. കാരണം അവരുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും കാര്യക്ഷമത കൂടുന്നത് കൊണ്ടും ഉൽപ്പാദനം വർദ്ധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കാം. അപ്പോൾ എങ്ങനെയാണ് ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ പങ്കാളികളാകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സ്റ്റുഡൻസ്, ഇനി ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈസിയാണ്, നമുക്ക് അറിയുന്നതാണ്. ഒന്നാമത്തത്, പോഷകാഹാര ലഭ്യത, ശുദ്ധജല ലഭ്യത, രോഗപ്രതിരോധ സംവിധാനങ്ങൾ, ശുചിത്വ പരിപാലനം, ചികിത്സാ സൗകര്യങ്ങൾ, വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തുക, ആരോഗ്യകരമായ പരിസ്ഥിതി. ഇതെല്ലാം വ്യക്തികൾക്ക് ഒരുക്കേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യം പരിപാലിക്കാൻ സാധിക്കുകയുള്ളൂ. പോഷകാഹാരം ലഭ്യമാകണം, എല്ലാവർക്കും ശുദ്ധജലം ലഭിക്കണം, രോഗം ഉണ്ടാകുന്ന സമയത്ത് രോഗപ്രതിരോധ സംവിധാനങ്ങൾ, ഹോസ്പിറ്റലുകൾ വേണം, ശുചിത്വ പരിപാലനം ഉണ്ടാവണം, ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകണം, വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തണം. ഫുൾ ടൈം പഠിത്തം അല്ലെങ്കിൽ ഫുൾ ടൈം ജോലിയാണെങ്കിൽ വിശ്രമവും വിനോദവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുള്ളൂ. അതേപോലെ ആരോഗ്യകരമായിട്ടുള്ള പരിസ്ഥിതിയും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ്, ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ടു ബി എൻഷ്യൂർഡ് ഫോർ ഹെൽത്ത് കെയർ? ഫസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷൻ ഫുഡ്. എല്ലാവർക്കും ന്യൂട്രീഷൻ ഫുഡ് ലഭ്യമായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ആരോഗ്യം ഉണ്ടാകുള്ളൂ. പോഷകാഹാരം ലഭ്യമാകണം. സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ. ദാറ്റ് മീൻസ് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തണം. ശുദ്ധജലം, ജലത്തിന് നല്ല, നമുക്ക് വല്ല മലമ്പനി പോലെയുള്ള വല്ല മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളൊക്കെ നല്ല ശുദ്ധജലമല്ല ലഭിക്കുന്നതെങ്കിൽ അതിലൂടെ ഉണ്ടായേക്കാം. അതുകൊണ്ട് അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ. ദെൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, രോഗപ്രതിരോധ സംവിധാനങ്ങൾ, കുട്ടികൾക്കൊക്കെ കുത്തിവയ്പ്പൊക്കെ കൊടുക്കാറുണ്ട്. ദെൻ ക്ലീൻലിനെസ്, ശുചിത്വ പരിപാലനം. ദെൻ മെഡിക്കൽ ഫെസിലിറ്റീസ്, നമുക്ക് അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ ദ നെക്സ്റ്റ് വൺ, എൻഷുറിങ് ലെഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. വിനോദവും അതുപോലെ തന്നെ വിശ്രമവും എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. ദെൻ ദ ലാസ്റ്റ് വൺ, ഹെൽത്തി എൻവിയോൺമെൻറ്റ്, ആരോഗ്യകരമായിട്ടുള്ള പരിസ്ഥിതി. ഇതെല്ലാം പ്രധാനപ്പെട്ട ഇതൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടാവണം, ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ എൻഷുർ ചെയ്യേണ്ട ഫെസിലിറ്റീസാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. സ്റ്റുഡൻസ്, നമുക്കറിയാം മുകളിൽ നമ്മൾ ആദ്യം പറഞ്ഞ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചികിത്സാ രംഗത്ത് വിവിധ തലങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സർക്കാർ ഒരുക്കി. സോ ലിസൺ ഹിയർ,
the government has set up institutions that work at different levels in the medical sector. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ നമുക്കറിയാം മെഡിക്കൽ കോളേജ്, അതിൻ്റെ താഴെയായിട്ടാണ് ഏത് വരിക? യെസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി, ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിന് തൊട്ട് താഴെയായിട്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഏറ്റവും താഴേക്കിടയിൽ വരുന്ന ഹെൽത്ത് സെൻറ്ററാണ് ഏത്? ഹെൽത്ത് സബ് സെൻറ്റർ അഥവാ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. ഇതാണ് ചികിത്സാ രംഗത്ത് ഡിഫറെൻറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് NRHMO, NUHMO. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും ദേശീയ നഗരാരോഗ്യ മിഷനും. അപ്പോൾ ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHMO, NUHMO ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും ദേശീയ നഗരാരോഗ്യ മിഷനും പ്രവർത്തിക്കുന്നു. സോ all of you listen here. National Rural Health Mission and National Urban Health Mission function to make available quality health service to all. എല്ലാവർക്കും ഗുണമേന്മയുള്ള ആരോഗ്യം നൽകുക എന്നതാണ്. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് NRHMO, NUHMO പ്രവർത്തിക്കുന്നത്. എന്താണപ്പോൾ NRHM അഥവാ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്ന് നോക്കാം. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ പ്രവർത്തിക്കുന്നത് ഗ്രാമീണ മേഖലയിലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സോ എന്താണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ പ്രത്യേകത? The National Rural Health Mission operate or function in the rural sector. ഗ്രാമീണ മേഖലയിലാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ദേശീയ നഗരാരോഗ്യ മിഷൻ. യെസ്, 50,000-ൽ അധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നു. സോ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ പ്രൊവൈഡ് ഇംപ്രൂവ് ഹെൽത്ത് സർവീസ് ടു ദ റെസിഡൻസ് ഓഫ് അർബൻ സ്ലം ആൻഡ് അതർ മാർജിനലൈസ്ഡ് പീപ്പിൾ ഇൻ ടൗൺസ് വിത്ത് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 50,000. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും എന്താണ് NRHM, എന്താണ് NUHM എന്ന് മനസ്സിലായല്ലോ. സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലൈഫ് എക്സ്പെക്റ്റൻസി അഥവാ ആയുർദൈർഘ്യം. എന്താണ് ആയുർദൈർഘ്യം എന്ന് നോക്കാം. ശരാശരി ഒരാൾ എത്ര വയസ്സുവരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നതാണ് ആയുർദൈർഘ്യം. ശരാശരി എത്ര വയസ്സുവരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നതാണ് ആയുർദൈർഘ്യം. വാട്ട് ഈസ് ലൈഫ് എക്സ്പെക്റ്റൻസി? യെസ്, ലൈഫ് എക്സ്പെക്റ്റൻസി is the expected average years of life of a person lives. ഒരു വ്യക്തി എത്ര വയസ്സുവരെ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ആയുർദൈർഘ്യം. അത് ഓരോ രാജ്യത്തിൻ്റെയും അവിടുത്തെ ഹെൽത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അനുസരിച്ചിരിക്കും അവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആയുർദൈർഘ്യം സ്ത്രീകൾ 67.7, പുരുഷന്മാർ 64.6. അങ്ങനെ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 66.1. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ആയുർദൈർഘ്യമെന്ന്. സ്റ്റുഡൻസ്, നമ്മൾ എടുത്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? യെസ്, ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസവും നൈപുണ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ അല്ലേ, 4 പ്രൊജക്റ്റുകൾ പഠിച്ചു. എന്താണ് RTE, വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഹ്യൂമൻ റിസോഴ്സസും ഹെൽത്ത് കെയറും അതേപോലെ തന്നെ ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകുമെന്ന് പഠിച്ചു അല്ലേ. ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്തെല്ലാമാണ്, പിന്നെ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ, എന്താണ് NRHM, എന്താണ് NUHM, എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസി അഥവാ ആയുർദൈർഘ്യം, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ക്ലാസ് നന്നായി കേട്ട് നോട്ട് തയ്യാറാക്കുക. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.